ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് ഉള്ളത് ടൈംസ് സ്ക്വയർ എന്ന് പറഞ്ഞ ന്യൂയോർക്കിലെ മൻഹാറ്റൻ സൈഡിലുള്ള ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള സ്ഥലത്തിലാണ്. ഇവിടെ ചുറ്റിനും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽ ബോർഡ്സുമാണ്. പിന്നെ അതേപോലെ തന്നെ ആൾക്കാർ ഭയങ്കര ഒരു ഓവർ ക്രൗഡഡ് ആയിട്ടുള്ളൊരു ഇൻ്റർസെക്ഷനാണ് ഈ ടൈംസ് സ്ക്വയർ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ എപ്പോഴും നിങ്ങൾക്ക് കോപ്സിനെ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് സമയത്തും എന്ത് സംഭവിച്ചാലും ലൈക്ക് ക്രൈമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം ഇത്ര ആൾക്കാർ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ പോലീസുകൾ എപ്പോഴും ഇവിടെ പാട്രോളിങ്ങിന് ഉണ്ടാവും. നിങ്ങൾക്ക് പോലീസ് വണ്ടികളൊക്കെ ആയാലും എപ്പോഴും കാണാൻ സാധിക്കും ഇവിടെ. പിന്നെ ഒരു 1970s 1980s സീരിയൽ കില്ലിങ്ങും പിന്നെ അത്യാവശ്യം ക്രൈമും മർഡറും അങ്ങനെയൊക്കെ ഇല്ലീഗൽ കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ ടൈംസ് സ്ക്വയർ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും ഇല്ലെന്ന് വിചാരിച്ച് തീരെ ഒന്നുമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴും അതൊരു നമ്മളെപ്പോഴും കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. കാരണം പിക്ക് പോക്കറ്റിങ്ങും പിന്നെ അങ്ങനെ വേറെ രീതിക്കൊക്കെ പൈസ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ്, അതായത് ടൂറിസ്റ്റുകളെ സ്കാം ചെയ്ത് പൈസ അവരുടെ അടുത്തുനിന്ന് എടുക്കാനുള്ള രീതിയിലുള്ള സെറ്റപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ സൂക്ഷിക്കണം. ഈ ഒരു സ്ഥലത്തിൽ നിങ്ങൾക്ക് രാവിലെ വരുന്നതിനാട്ടിലും നൈറ്റ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതൊക്കെ കാണാൻ സാധിക്കുന്നത്. അതായത് ഈ ചുറ്റിനും ഈ ബിൽ ബോർഡ്സ് ഉള്ള കാരണം തന്നെ ഇത് മൊത്തത്തിലിങ്ങനെ ജ്വലിച്ച് നിൽക്കുന്ന ഒരു ഇൻ്റർസെക്ഷനാണ്. ഞാനിങ്ങനെ ഇതിൽ കൂടെ എൻ്റെ ക്യാമറയും പിടിച്ചുകൊണ്ട് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് കുറേ ആൾക്കാരിങ്ങനെ നോക്കുന്നുണ്ടായി. ഇനീഷ്യലി അതൊരു വിയേർഡ് ഫീലിംഗ് ആണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പം ഓക്കെ ആയി. കാരണം ഞാൻ നോക്കുമ്പോൾ ആൾക്കാർ ഇവിടെ തലയും കുത്തി വരെ നിന്ന് ഫോട്ടോ എടുക്കുന്നു. ഞാനാണെങ്കിൽ പിന്നെ മാന്യമായിട്ട് നടക്കുന്നില്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ വലിയ മൈൻഡാക്കാതെ ഞാൻ എൻ്റെ വ്ളോഗ് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു ഗൈസ്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കുറേ കടകൾ കാണാൻ സാധിക്കും. ഹെർഷീസിൻ്റെ വെറൈറ്റിയിൽ ഉള്ള ചോക്ലേറ്റ്സ് കിട്ടുന്നൊരു കടയുണ്ട് ഇവിടെ, അതാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഐസ്ക്രീമും പിന്നെ അങ്ങനെ കുറേ കടകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഇനിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടൈംസ് സ്ക്വയർ എന്ന് പറഞ്ഞ ഈ സ്ഥലത്തിൽ ഈ ബിൽ ബോർഡ്സിലൊക്കെ കമ്പനികൾ ആഡ് കൊടുക്കുന്നതിന് അവർക്ക് ഉണ്ടാകുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പെൻസാണ് ഞാൻ കേട്ടേക്കുന്നത്.
ഇവിടെ ഇപ്പോൾ എന്താ നടന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഗൈസ്, നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഈ ഒരുപാട് ക്രൗഡൊന്നും ഇഷ്ടമല്ലാത്ത കൂട്ടത്തിൽപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ ഇവിടെ ടൈം സ്ക്വയർ കുറച്ച് ഓവർവെൽമിംഗ് ആയിരിക്കും. പക്ഷേ ന്യൂയോർക്ക് വരുവാണെങ്കിൽ ഒരു വൺ ടൈം നമുക്ക് ജസ്റ്റ് കണ്ടിട്ട് പോകാനുള്ളൊരു സ്ഥലം തന്നെയാണെന്ന് പറയാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ ടാക്സികളുണ്ട്, പിന്നെ ഇതേപോലെ സൈക്കിൾ കാർട്ടുകളുണ്ട്, അതേപോലെ ബസ്സിൽ കയറി ഇരുന്ന് പോകാം. അതായത് ബസ്സിൻ്റെ മുകളിൽ ഓപ്പൺ ബസ്സുണ്ട്, മുകളിൽ നമുക്ക് റൂഫില്ലാത്ത ബസ്, അപ്പം അതിനകത്തൊക്കെ കയറി ഇതിൽ കൂടെ ഒക്കെ പോവാം. ഞാൻ ആദ്യം ടൈം സ്ക്വയറിനെ കുറിച്ച് ഓർത്തിട്ടുണ്ടായിരുന്നത് ടൊറോണ്ടോയിലുള്ള ഡണ്ടൻ സ്ക്വയർ പോലെ ആയിരിക്കും ഓർത്തിരുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത് ഇത് അതിലും ഒരുപാട് വലിയൊരു സ്ഥലമാണ്. ഈവൻ ജനക്കൂട്ടങ്ങളൊക്കെ ആയാലും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കമ്പയർഡ് ടു ടൊറോണ്ടോയിലെ ഡണ്ടൻ സ്ക്വയർ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിൽ. പിന്നെ ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ അങ്ങനെ ഒരുപാടൊന്നുമില്ല. മെയിൻ ഹൈലൈറ്റ് ഈ ബിൽ ബോർഡ്സ് തന്നെയാണ്. പിന്നെ നിങ്ങൾ കടയിലൊക്കെ കയറുവാണെങ്കിൽ അത്യാവശ്യം എക്സ്പെൻസ് വരുന്ന ഒരു ടൈപ്പിലുള്ള, കാരണം ടൂറിസ്റ്റ് സ്ഥലമായതുകൊണ്ട് തന്നെ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വില കൂടുതലാണ് ഇവിടെ. നിങ്ങൾക്ക് സെയിം സാധനങ്ങൾ ഇവിടുന്ന് കുറച്ചുകൂടി ഒരു 10-15 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെയിം സാധനം വില കുറവിന് കിട്ടും. അപ്പോൾ നിങ്ങൾ ന്യൂയോർക്ക് വരുവാണെങ്കിൽ ഇതൊരു മസ്റ്റ് വിസിറ്റ് ഒരു സ്ഥലമാണ് ടൈം സ്ക്വയർ എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ന്യൂയോർക്കിൽ വരുന്നവരെല്ലാവരും മിക്കവാറും ഇവിടെ വിസിറ്റ് ചെയ്യാതെ പോകത്തില്ല. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും വരാൻ ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ഇവിടെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. ടേക്ക് കെയർ, ബൈ.